ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് എന്ന എക്സാമിലെ മുൻവർഷങ്ങളിൽ നടന്ന അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എന്ന ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Traditionally, harvesting of paddy crop was commonly performed with the use of. ഓപ്ഷൻസ് ഓരോന്നായി നോക്കാം. എ സിക്കിൾ, ബി ട്രാക്ടേഴ്സ്, സി പവർ ടില്ലേഴ്സ്, ഡി കമ്പൈൻസ്. സോ ഇതിൽ ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഹാർവെസ്റ്റിംഗ് ഇംപ്ലിമെന്റ് ആണ് ട്രഡീഷണലായി പാഡി ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ചോദ്യം. ഇതിൽ ഓരോ ഓപ്ഷൻസായി നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് സിക്കിൾ. സിക്കിൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ കോമൺലി നമ്മൾ അരിവാൾ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ ഹാർവെസ്റ്റിംഗ് ടൂൾ. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ടും പാഡി ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റ് വെജിറ്റബിൾ ക്രോപ്സിനെ കട്ട് ചെയ്തെടുക്കാനും വേണ്ടിയാണ് കൂടുതലായും സിക്കിൾ യൂസ് ചെയ്ത് വരുന്നത്. ഒരു സിക്കിളിന് മെയിൻ ആയി 2 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് എ ഹാൻഡിൽ ആൻഡ് ദെൻ വി ഹാവ് എ മെറ്റാലിക് ബ്ലേഡ്. മെറ്റാലിക് ബ്ലേഡ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ കർവ്ഡ് ആയിരിക്കും. അത് കാർബൺ സ്റ്റീൽ എന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ടൈപ്പ് ഓഫ് മെറ്റാലിക് ബ്ലേഡ് ആണ് വരുന്നത്. ഒന്ന് പ്ലെയിൻ ടൈപ്പ്, രണ്ടാമത്തത് സെറേറ്റഡ് ടൈപ്പ്. പ്ലെയിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഇൻഡന്റേഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷെ സെറേറ്റഡിലാണെങ്കിൽ ചെറിയ ഇൻഡന്റേഷൻസ് കൊടുത്ത് കൂടുതൽ ഷാർപ്പായി വരുന്ന രീതിയിലുള്ളതാണ് സെറേറ്റഡ് ടൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നൗ സിക്കിളിന്റെ ഒരു ഡ്രോബാക്ക് ആയി നമുക്ക് പറയാൻ പറ്റുന്നത് അത് വളരെ സ്ലോവും ആണ്, അതുപോലെ തന്നെ ലേബർ കൺസ്യൂമിങ്ങും ആണ്. പക്ഷെ പണ്ട് കാലങ്ങൾ മുതൽ തന്നെ പാഡി ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കോമൺ ആയി യൂസ് ചെയ്തിരുന്നത് സിക്കിൾസ് ആണ്. അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം, ട്രാക്ടേഴ്സ്. ട്രാക്ടേഴ്സ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ട്രാക്ടേഴ്സ് അതിന്റെ പ്രൈമറി യൂസ് എന്ന് പറയുന്നത് നമ്മൾ പല തരത്തിലുള്ള ഫീൽഡ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഒരൊറ്റ ഫാം ഓപ്പറേഷൻ മാത്രമല്ല നമുക്ക് ട്രാക്ടർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത്. പല ഓപ്പറേഷൻസ് ലൈക്ക് പ്ലൗവിംഗ്, ടില്ലിംഗ്, ഹാരോയിങ്, സോവിംഗ്, ഹാർവെസ്റ്റിംഗ്, ഹോളിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയ പല ഓപ്പറേഷൻസും നമുക്ക് ട്രാക്ടർ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ചെയ്യണമെങ്കിൽ ട്രാക്ടറിന്റെ കൂടെ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ ഫിക്സ് ചെയ്യണം എന്ന് മാത്രം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ സ്പ്രേയിങ് ചെയ്യാനാണ്, ഒരു ഫീൽഡിൽ സ്പ്രേ ചെയ്യാനാണ്, ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ട്രാക്ടറോട് കൂടി നമ്മളൊരു സ്പ്രേയർ ഘടിപ്പിക്കേണ്ടതാണ്. സോ നമുക്ക് ഹാർവെസ്റ്റിംഗ് മാത്രമല്ല ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്വിപ്മെന്റ്, ഫാം ഡിവൈസ് ആണ് ട്രാക്ടേഴ്സ്. അടുത്തതായി ഓപ്ഷനിൽ പറഞ്ഞിരുന്നത് പവർ ടില്ലേഴ്സിനെ കുറിച്ചാണ്. പവർ ടില്ലറും ഒരു ടൈപ്പ് ഓഫ് ട്രാക്ടർ തന്നെയാണ്. അതൊരു വാക്കിംഗ് ടൈപ്പ് ട്രാക്ടർ ആണ്. അതായത് ഒരു മനുഷ്യൻ ഒരു ഫീൽഡിൽ ഈ പവർ ടില്ലറിന്റെ കൂടെ ഒരു മനുഷ്യൻ കൂടി നടന്നിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ട്രാക്ടറിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഒരൊറ്റ ഓപ്പറേഷൻ അല്ല നമുക്ക് പവർ ടില്ലർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത്, ഒരുപാട് ഓപ്പറേഷൻസ്. നേരത്തെ പറഞ്ഞ അതേ രീതിയിലാണ് ഒരു പവർ ടില്ലറും വർക്ക് ചെയ്യുന്നത്. നമുക്കത് സൗവിങ് ദ സീഡ്സ് അല്ലെങ്കിൽ പ്ലാന്റിങ് ചെയ്യാം, ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യാം, ഹെർബിസൈഡ്സ് അപ്ലൈ ചെയ്യാം, വാട്ടർ പമ്പ് ചെയ്യാം, ക്രോപ്പുകൾ ഹാർവെസ്റ്റ് ചെയ്യാം, ക്രഷിംഗ് ചെയ്യാം, ട്രാൻസ്പോർട്ടിങ്ങും ചെയ്യാം. സോ അതാണ് ഒരു പവർ ടില്ലറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതൊരു 2 വീലുള്ള വാക്കിംഗ് ടൈപ്പ് ട്രാക്ടർ ആണ് പവർ ടില്ലർ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നതാണ് കമ്പൈൻഡ് ഹാർവെസ്റ്റർ. കമ്പൈൻഡ് ഹാർവെസ്റ്റർ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ മെക്കനൈസേഷനിൽ വന്ന ഒരു ഇന്നോവേഷൻ ആണ് കമ്പൈൻഡ് ഹാർവെസ്റ്റർ. ഈ കമ്പൈൻഡ് ഹാർവെസ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പേരിൽ കൊടുത്ത പോലെ തന്നെ ഒരുപാട് ഓപ്പറേഷൻ കമ്പൈൻ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് കമ്പൈൻഡ് ഹാർവെസ്റ്റർ. ഒരു മെഷീൻ ആണ് കമ്പൈൻഡ് ഹാർവെസ്റ്റർ എന്ന് പറയുന്നത്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഒരു കമ്പൈൻഡ് ഹാർവെസ്റ്റർ കമ്പൈൻ ചെയ്യുന്നത്? ലൈക്ക് ഹാർവെസ്റ്റിംഗിന്റെ മറ്റൊരു പേരാണ് റീപ്പിംഗ്, അതുപോലെ ത്രഷിംഗ്, വിന്നോയിങ്. ഈ 3 ഓപ്പറേഷൻസ് ആണ് പ്രധാനമായും കമ്പൈൻഡ് ഹാർവെസ്റ്റർ കമ്പൈൻ ചെയ്ത് ചെയ്യുന്നത്. ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡിൽ നിന്നും നമുക്ക് വേണ്ട ക്രോപ്പിന് വേണ്ട ആ ഒരു കൊമോഡിറ്റി, ഇപ്പം ഒരു ഫ്രൂട്ട് ആണെങ്കിൽ അത്, ഇനിയിപ്പം പാഡി ആണെങ്കിൽ അതിന്റെ സ്ട്രോ, നമുക്ക് വേണ്ടത് എന്താണോ അതിനെ ഹാർവെസ്റ്റ് ചെയ്ത് തരുന്നു. പിന്നെ ത്രഷിംഗ് ചെയ്യുന്നു. ത്രഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പാഡി സ്ട്രോയിൽ നിന്നും അതിന്റെ ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്ത് തരുന്നു. അതുപോലെ വിന്നോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ഗ്രെയിൻസിൽ നിന്നും അതിന്റെ ഷാഫും അതുപോലെ മറ്റ് ഇംപ്യൂരിറ്റീസിനെയും എയർ ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് വിന്നോയിങ് എന്ന് പറയുന്നത്. സോ ഈ 3 പ്രൈമറി പ്രോസസ്സിനെയും കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു മെഷീനാണ് കമ്പൈൻഡ് ഹാർവെസ്റ്റർ എന്ന് പറയുന്നത്. സോ ഈ ഡോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കമ്പൈൻഡ് ഹാർവെസ്റ്ററിന്റെ പ്രധാന ആക്ടിവിറ്റീസ് ആണ്. ലൈക്ക് കട്ടിംഗ് ദ ക്രോപ്പ്, ഫീഡിംഗ് ദ ക്രോപ്പ് ടു ത്രഷിംഗ് യൂണിറ്റ്, ത്രഷിംഗ് ദ ക്രോപ്പ്, separating the husk from grain, cleaning the grains,
കൺവേയിങ് ആൻഡ് സ്റ്റോറിംഗ് ദ ഗ്രെയിൻ. ഇത്രയും ഓപ്പറേഷൻസ് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് കമ്പൈൻഡ് ഹാർവെസ്റ്റർ. നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ട്രഡീഷണലി ഹാർവെസ്റ്റിംഗ് ഓഫ് പാഡി ക്രോപ്പ് വാസ് കോമൺലി പെർഫോംഡ് വിത്ത് ദ യൂസ് ഓഫ് സിക്കിൾ. നമ്മൾ കണ്ടു, സിക്കിൾ ആണോ ഇതിന്റെ ഉത്തരം? ട്രഡീഷണലി ഹാർവെസ്റ്റിംഗ് ഓഫ് പാഡി ചെയ്യാൻ നമ്മൾ സിക്കിൾ ഉപയോഗിച്ചിരുന്നു. യെസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, സിക്കിൾ ആണ് ട്രഡീഷണലി നമ്മൾ പാഡി ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. മറ്റ് ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു, ട്രാക്ടർ ആണെങ്കിലും പവർ ടില്ലർ ആണെങ്കിലും കമ്പൈനുകൾ ആണെങ്കിലും നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ ട്രഡീഷണലി ഉപയോഗിച്ചിരുന്നത് ഇവ മൂന്നുമല്ല, സിക്കിൾ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ആഡ് ചെയ്യട്ടെ. ഹാർവെസ്റ്റിംഗ് ഡിവൈസസിൽ ഈ പറഞ്ഞത് കൂടാതെ നമുക്ക് കുറച്ചുകൂടെ ഡിവൈസസ് അവൈലബിൾ ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയ രണ്ടെണ്ണം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തത് മോവർ, വിച്ച് ഇസ് എ മെഷീൻ ടു കട്ട് ഹെർബേജ് ക്രോപ്സ് and leave them in swath. Second one is a reaper, which is a machine to cut grain crops. Now let's go on to the next question. A heat engine is defined as a device which converts. Options noka. A, one form of energy into useful work. B, heat energy into useful work. C, both. D, none of the above. Heat engine നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. It is a device that converts thermal energy into mechanical work or vice versa by utilizing the principle of thermodynamics. Thermodynamics എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് തെർമൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയായി അല്ലെങ്കിൽ തിരിച്ചോ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇതൊരു സൈക്ലിക് മാനറിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് അബ്സോർബ്സ് ഹീറ്റ് ഫ്രം എ ഹൈ ടെമ്പറേച്ചർ റിസർവോയർ ആൻഡ് ഈ അബ്സോർബ് ചെയ്ത ഹീറ്റിൽ നിന്നും ഒരു പോർഷനെ അത് യൂസ്ഫുൾ വർക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ബാക്കി ഹീറ്റിനെ അത് ലോ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് റിലീസ് ചെയ്യുന്നു. The most common type of heat engines are internal combustion engines and steam engine. മറ്റൊരു ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ engine that converts the chemical energy of fuel into thermal energy which is utilized to do useful work. ഇനി നമുക്ക് ഓപ്ഷനുകളിലേക്ക് വരാം. ആദ്യത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് it converts one form of energy into useful work എന്നാണ്, which is correct answer. ഇനി നമുക്ക് സെക്കൻഡ് ഓപ്ഷനിലേക്ക് നോക്കാം. അവിടെ പറയുന്നത് ഹീറ്റ് എനർജി ഇൻടു യൂസ്ഫുൾ വർക്ക് എന്നാണ്. അതും ശരിയായ ഉത്തരമാണ്. സോ നമ്മുടെ ആൻസർ വിൽ ബി ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. അല്ലെങ്കിൽ ഇവിടെ ഓപ്ഷൻ സി ആയി കൊടുത്തിരിക്കുന്നത് ബോത്ത്. ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Average speed of the drum of a foot operated paddy thresher for maximum threshing efficiency. Options A 100 rpm, B 4000 rpm, C 1000 rpm, D 400 rpm. ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലുള്ളതാണ് ഒരു ഫുട്ട് ഓപ്പറേറ്റഡ് പാഡി ത്രഷർ. മുന്നേ പറഞ്ഞിരുന്ന പോലെ തന്നെ പാഡി ത്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗ്രെയിൻ, ആ പാഡി സ്ട്രോയിൽ നിന്നും പാഡിന്റെ ഗ്രെയിൻസിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്വിപ്മെന്റ് ആണ് പാഡി ത്രഷർ. അതിൽ തന്നെ നമുക്ക് പെഡൽ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള പാഡി ത്രഷറിനെ കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഒരു പെഡൽ ഓപ്പറേറ്റഡ് പാഡി ത്രഷർ നോക്കുകയാണെങ്കിൽ അതിന് മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത് ഒരു ത്രഷിംഗ് സിലിണ്ടർ കാണാം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു ത്രഷിംഗ് സിലിണ്ടർ. ഈ ത്രഷിംഗ് സിലിണ്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ കുറെ വയർ ലൂപ്സ്, യു ഷേപ്പിലുള്ള വയർ ലൂപ്സ് കാണാം. പിന്നെ ഉള്ളത് താഴെ ഭാഗത്ത് നമുക്ക് കാണാം ഒരു ഫുഡ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള പെഡൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഫുൾ എക്വിപ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മൈൽഡ് സ്റ്റീൽ ഷീറ്റ് ബോഡി വെച്ചിട്ടാണ്. കൂടാതെ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റംസും ആണ് ഇതിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ സിലിണ്ടർ, ഈ ഒരു ത്രഷിംഗ് സിലിണ്ടറിലേക്ക് നമ്മൾ നമ്മുടെ ഫുൾ പാഡി സ്ട്രോനെ, അതായത് ആ ഒരു ഇയർ അടക്കമുള്ള ഫുൾ ലെങ്ത്തിലുള്ള പാഡി സ്ട്രോനെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയും ഈ സിലിണ്ടറിന്റെ റൊട്ടേഷൻ മൂവ്മെന്റ് കാരണം ഈ വയർ ലൂപ്സിന്റെ ഇടയിൽ ഗ്രെയിനുകൾ കുടുങ്ങുകയും ആ ഗ്രെയിൻസിനെ നമ്മൾ മറ്റൊരു സ്ലോട്ടിലൂടെ കളക്ട് ചെയ്ത് എടുക്കുകയാണ് ഒരു ഫുഡ് ഓപ്പറേറ്റഡ് പാഡി ത്രഷറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സോ ഈ സിലിണ്ടർ ഓപ്പറേറ്റ് ചെയ്യേണ്ട RPM കൊടുത്തിരിക്കുന്നത് 400 റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. സോ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം 400 RPM എന്നുള്ളതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ പാഡി, losses due to shredding and shattering of grain in the field can be considerably reduced when it is harvested between options 10 to 15% moisture content, 23 to 25% moisture content, 30 to 33% moisture content, none of these. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് പാഡിയിൽ നമുക്ക് പാഡി ലോസസ് കുറയ്ക്കാൻ വേണ്ടി, അതായത് ഷ്രെഡിങ് കാരണം ലോസോ അല്ലെങ്കിൽ ഷാറ്ററിങ് കാരണമുള്ള ലോസോ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഏത് മോയ്സ്ചർ കണ്ടന്റിനാണ് പാഡി ഹാർവെസ്റ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഏതൊരു
കോമഡിറ്റി, പാഡി മാത്രമല്ല ഏതൊരു കോമഡിറ്റി, ഒരു ഗ്രെയിൻ ആവട്ടെ, പൾസ് ആവട്ടെ, ഫ്രൂട്ട് ആവട്ടെ, വെജിറ്റബിൾ ആവട്ടെ, എന്ത് തന്നെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴും അതിന്റെ ഐഡിയൽ മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിൽ തന്നെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കോമഡിറ്റിക്ക് നല്ല ഷെൽഫ് ലൈഫോടുകൂടി സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇൻസെക്ട് അറ്റാക്കോ അല്ലെങ്കിൽ മോൾഡ് ഗ്രോത്തിൽ നിന്നോ റോഡന്റ് അറ്റാക്കിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ ഒരു സൂട്ടബിൾ മോയ്സ്ചർ കണ്ടന്റിൽ അതിനെ ഹാർവെസ്റ്റ് ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഗ്രെയിൻ എടുക്കുകയാണ് അല്ലെങ്കിൽ റൈസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ മില്ലിംഗ് എഫിഷ്യൻസി, ഹള്ളിംഗ് എഫിഷ്യൻസി ഒക്കെ കൂടി കിട്ടണമെങ്കിലും നമ്മൾ അതിനെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിൽ തന്നെ ഹാർവെസ്റ്റ് ചെയ്യണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗ്രെയിൻസ് ആൻഡ് പൾസസിന് ഐഡിയൽ ഹാർവെസ്റ്റ് മോയ്സ്ചർ കണ്ടന്റ് ആയി പറയുന്നത് 22 to 25% ആണ്. ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ക്രോപ്സിന്റെ മോയ്സ്ചർ കണ്ടന്റും ഞാൻ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ആപ്പിൾ 84% ആണ്, ബനാന 76% ആണ്, ടൊമാറ്റോ 94% ആണ്. ബാക്കി കുറച്ച് ക്രോപ്സിന്റെ കൂടെ ഞാൻ ഈ ഒരു ടേബിളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, പാഡിയിൽ ഷാറ്ററിംഗ് ലോസും ഷ്രെഡിംഗ് ലോസും ഒഴിവാക്കണമെങ്കിൽ നമ്മൾ അതിനെ ഏത് മോയ്സ്ചർ കണ്ടന്റിലാണ് ഹാർവെസ്റ്റ് ചെയ്യേണ്ടത്? സോ ദ ആൻസർ ഹിയർ ഇസ് 23 to 25%. Next question. In thin layer drying, the depth of grain is limited to 50 cm, 100 cm, 60 cm, 20 cm. Broadly, നമുക്ക് ഡ്രൈയിങ് ഓഫ് ഗ്രെയിൻസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. തിൻ ലെയർ ഡ്രൈയിങ്ങും ഡീപ് ബെഡ് ഡ്രൈയിങ്ങും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ തിൻ ലെയർ ഡ്രൈയിങ്ങിൽ അപ് ടു 20 സെന്റിമീറ്റർ അല്ലെങ്കിൽ അതിൽ കുറവ് 20 സെന്റിമീറ്ററോ അതിൽ കുറവോ എന്നുള്ള തിക്നെസ്സിൽ നമ്മൾ ഗ്രെയിനിനെ ലെയേഴ്സ് ആയിട്ട് നിരത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ലെയറിന്റെ തിക്നെസ് ആണ് 20 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. സോ അങ്ങനെ തിൻ ലെയറായി ഗ്രെയിൻസിനെ നമ്മളൊരു സർഫസിൽ നിരത്തി വെച്ച് അതിലൂടെ നമ്മൾ എയർ പാസ് ചെയ്തിട്ട് ആ ലെയർ ഓഫ് ഗ്രെയിൻസിനെ നമ്മൾ ഡ്രൈ ചെയ്യുന്ന പ്രോസസ്സാണ് തിൻ ലെയർ ഡ്രൈയിങ്. കമേഴ്ഷ്യൽ ഡ്രയേഴ്സ് ആർ ഡിസൈൻഡ് ബേസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് തിൻ ലെയർ ഡ്രൈയിങ്. നമ്മൾ എന്തുകൊണ്ടാണ് കമേഴ്ഷ്യലി തിൻ ലെയർ ഡ്രൈയിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ തിൻ ലെയർ ഡ്രൈയിങ്ങിൽ യൂണിഫോമിറ്റി ഓഫ് ഡ്രൈയിങ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ തിൻ ലെയർ ഡ്രൈയിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. It is a process in which all grains are fully exposed to drying air under constant drying condition, that is at constant air temperature and humidity. The drying rate is independent of air velocity. അടുത്ത പോയിന്റ് ആണ് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം. അപ് ടു 20 സെന്റിമീറ്റർ തിക്നെസ് ഓഫ് ഗ്രെയിൻ ബെഡ് ഇസ് ടേക്കൺ ആസ് തിൻ ലെയർ. ഇനി നമ്മുടെ ചോദ്യം ഗ്രേറ്റർ ദാൻ 20 സെന്റിമീറ്റർ എന്നായിരുന്നെങ്കിൽ ഉത്തരം ഡീപ് ബെഡ് ഡ്രൈയിങ് ആയനെ. ഡീപ് ബെഡ് ഡ്രൈയിങ്ങിൽ മോർ ദാൻ 20 സെന്റിമീറ്റർ ആണ് ഡീപ് ബെഡ് ഡ്രൈയിങ്ങിൽ ബെഡ് തിക്നെസ് എന്ന് പറയുന്നത്. ഈ ഡീപ് ബെഡ് ഡ്രൈയിങ്ങിനെ നമുക്കൊരു കോമ്പിനേഷൻ ഓഫ് തിൻ ലെയർ ആക്കാം. കാരണം ഒരുപാട് തിൻ ലെയേഴ്സ് കൂടി ചേരുമ്പോഴാണ് അതൊരു ഡീപ് ബെഡ് ഡ്രൈയിങ് ആവുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആയിരിക്കും. Next question. In the surface method of irrigation, water is applied directly from pipe, channel, drip head, sprinkler. Irrigation നമുക്കറിയാം പല ടൈപ്പ് ഓഫ് ഇറിഗേഷൻ അവൈലബിൾ ആണ്. ലൈക്ക് സർഫസ് ഇറിഗേഷൻ. സർഫസ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സോയിൽ സർഫസിന്റെ മുകളിൽ കൂടെയാണ് ഇറിഗേറ്റ് ചെയ്യുന്നത് എന്നുള്ള കേസിലാണ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കൂടുതലായും ഓർച്ചാർഡ്സിലാണ് ഡ്രിപ്പ് ഇറിഗേഷൻ കാണുന്നത്. ഓരോ ക്രോപ്പിന്റെയും റൂട്ടിലേക്ക് ഡയറക്റ്റ് ആയി ഒരു ചെറിയ ട്യൂബിലൂടെ വെള്ളം കടത്തി വിടുന്നതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കാണാം വലിയ പൂന്തോട്ടങ്ങളിലൊക്കെ കാണാം സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ഫൈൻ സ്പ്രേസ് ആയിട്ട് അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സ് ആയി കൊടുക്കുന്നതാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. പിന്നെയുള്ള ഒന്നാണ് സബ് സർഫസ് ഇറിഗേഷൻ, അതായത് ബിനീത് ദ സോയിൽ സർഫസ് ആണ് നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ചോദ്യം സർഫസ് മെത്തഡ് ഓഫ് ഇറിഗേഷനിൽ എവിടെ നിന്നാണ് നമ്മൾ വെള്ളം ഡയറക്റ്റ് ആയി കൊടുക്കുന്നത് എന്നാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സർഫസ് ഇറിഗേഷനും സബ് സർഫസ് ഇറിഗേഷനും. സബ് സർഫസ് ഇറിഗേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബിലോ ദ സോയിൽ സർഫസ് ആണ് ഇറിഗേറ്റ് ചെയ്യുന്നത്. അതായത് വാട്ടറിംഗ് ഫ്രം ബിലോ യൂസിംഗ് കാപ്പിലറി റൈസ് ഫ്രം എ സോൺ ഓഫ് സോയിൽ ലോവർ ഇൻ ദ സോയിൽ പ്രൊഫൈൽ. ഇത് നാച്ചുറൽ ആവാം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആവാം. നാച്ചുറൽ ആയ ഒരു സോഴ്സിലൂടെ നമുക്ക് ബോട്ടത്തിലൂടെ കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ സോഴ്സോ ഉപയോഗിക്കാം. ഇനി കമ്മിങ് ടു സർഫസ് ഇറിഗേഷൻ, ഹിയർ വാട്ടർ കംസ് ഫ്രം ഓപ്പൺ ഡിച്ചസ്, അതായത് ഓപ്പൺ ചാനലുകളിലൂടെയാണ് വെള്ളം വരുന്നത്. ദിസ് ഇൻവോൾവ്സ് ഫ്ലഡിംഗ് ദ സോയിൽ സർഫസ് വിത്ത് വാട്ടർ റിലീസ്ഡ് ഫ്രം കനാൽസ് ഓർ പൈപ്പിംഗ് സിസ്റ്റം. ഒരു കനാലിൽ നിന്നോ പൈപ്പിംഗ് സിസ്റ്റത്തിനോ വരുന്ന വെള്ളമാണ് നമ്മൾ കൂടുതലായിട്ടും ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ആൻഡ് ദ ഫീൽഡ് നീഡ്സ് ടു ഹാവ് എ സ്ലൈറ്റ് സ്ലോപ്പ് ടു ഡ്രെയിൻ പ്രോപ്പർലി. നമുക്ക് ഇതിന്റെ ഉത്തരം ഈ ഓപ്ഷൻസിൽ നിന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ഒരു ഓപ്പൺ ഡിച്ചസിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നതാണ് സർഫസ് ഇറിഗേഷനിൽ ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് ചാനൽ. ഓപ്ഷൻ ബി ചാനൽ.
സർഫസ് ഇറിഗേഷൻ മെത്തേഡിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ടേബിൾ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർഫസ് ഇറിഗേഷൻ മെത്തേഡ്. വി ഹാവ് ഫ്ലഡിംഗ് മെത്തേഡ്, ഫറോ മെത്തേഡ് ആൻഡ് കോണ്ടൂർ ഫാമിംഗ്. അതിൽ ഫ്ലഡിംഗ് മെത്തേഡ് തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഫ്രീ ഫ്ലഡിംഗ്, ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ്, ചെക്ക് മെത്തേഡ്, ബേസിൻ ഫ്ലഡിംഗ് ആൻഡ് കോണ്ടൂർ ലാറ്ററൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണും. ഓപ്ഷൻ എ, earth moving purpose. ഓപ്ഷൻ ബി, land clearing used. ഓപ്ഷൻ സി, tillage purpose. ഓപ്ഷൻ ഡി, all of the above. മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്നും നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ട്രാക്ടേഴ്സിന് ഒരു സൂട്ടബിൾ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായി ട്രാക്ടേഴ്സിനെ ഉപയോഗിക്കാം. സോ ഈ പറഞ്ഞ എല്ലാ ഓപ്പറേഷൻസും തന്നെ നമുക്ക് ട്രാക്ടർ യൂസ് ചെയ്തിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദ ആൻസർ ഇസ് all of these purpose. Next question, in air-cooled engines, fins are the components of option A, cooling system, option B, ignition system, option C, fuel system, option D, none of the above. വളരെ ഈസി ആയിട്ടൊരു ചോദ്യമാണിത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കണം. ഒരു എയർ കൂളിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ പാർട്ടാണ് ഫിൻ അല്ലെങ്കിൽ ബാഫിൾസ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഒരു ട്രാക്ടറിൽ an air blower or fan is used in the tractor having air-cooled engine to circulate the air for dissipating the heat from the engine surface, cylinder in particular. Okay, എന്തെങ്കിലും തരത്തിലുള്ള ഹീറ്റ് ഹോട്ട്സ്പോട്ട് ഒക്കെ ഉണ്ടാകുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എയർ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇതിന് നമുക്ക് കാണാം, ഈ ചിത്രത്തിൽ തന്നെ കാണാം, there are special baffles അല്ലെങ്കിൽ fins കൊടുത്തിട്ടുണ്ട്. The main purpose is to direct air to reach the desired heat component. So നമ്മുടെ answer is cooling system. Next question, indented cylinder separator work on the principle of A, moisture of the grain, option B, size of the grain, option B, color of grain, option C, size of grain, option D, none of these. Indented cylinder separator, നമുക്ക് അഗ്രികൾച്ചറൽ ഫീൽഡിൽ പല ടൈപ്സ് ഓഫ് സെപ്പറേറ്റേഴ്സ് അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു കളക്ഷൻ ഓഫ് ഒരു ബാഗ് ഓഫ് ബ്ലാക്ക് പെപ്പർ ഉണ്ട്, അതിൽ നിന്നും നമുക്ക് ചെറിയ സൈസുള്ള ബ്ലാക്ക് പെപ്പർ അല്ലെങ്കിൽ പൊട്ട് കുടുങ്ങിയ ബ്ലാക്ക് പെപ്പറിനെ സെപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോൺസ് അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യണം. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പല ടൈപ്പ് ഓഫ് സെപ്പറേറ്റേഴ്സ് അവൈലബിൾ ആണ്. Indented cylinder separator is one such kind of a separator. ഇവിടെ സെപ്പറേഷൻ വർക്ക്സ് ഓൺ ദ ബേസിസ് ഓഫ് റിലേറ്റീവ് ലെങ്ത്. സോ ഇതാണൊരു ഇന്റൻഡഡ് സിലിണ്ടർ സെപ്പറേറ്റർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം വളരെ ചെറിയ ഹോൾസ് അല്ലെങ്കിൽ ഇൻഡന്റേഷൻസ് ഇതിന്റെ സർഫസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു റോളർ സർഫസിലേക്ക് നമ്മുടെ ഫീഡ് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്ലാക്ക് പേപ്പർ ആണെന്ന് വിചാരിക്കുക, അത് നമ്മൾ ഫീഡ് ചെയ്യാണ് ആൻഡ് ഈ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അപ്പൊ ഈ റൊട്ടേഷൻ സമയത്ത് എന്ത് സംഭവിക്കും, ഇതിലുള്ള വളരെ ചെറിയ ബ്ലാക്ക് പെപ്പർ ഗ്രെയിൻസ് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഇംപ്യൂരിറ്റി ഉണ്ടെങ്കിൽ, സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഇൻഡന്റേഷന്റെ ഉള്ളിൽ, ആ ഹെമിസ്ഫിയർ ഷേപ്പിലുള്ളതാണ് ഇൻഡന്റേഷൻ, അതിന്റെ ഉള്ളിൽ അത് പിടിച്ചിരിക്കും. ആൻഡ് നമ്മുടെ വലിയ സൈസുള്ള ഗ്രെയിൻസ് അല്ലെങ്കിൽ പെപ്പർ സീഡ്സ് ആണെങ്കിൽ അത് ഈ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത് എന്താവും, നമുക്ക് വേറൊരു ട്രഫിൽ കളക്ട് ചെയ്യാം. സോ ഇതാണ് ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ദ ബേസിസ് ഓഫ് വർക്കിംഗ് ഓഫ് എ intended cylinder separator is the relative length. ഇതിന്റെ മെയിൻ പാർട്ടാണ് ഈ ഹൊറിസോണ്ടൽ റൊട്ടേറ്റിംഗ് സിലിണ്ടർ. അതിനാണ് സർഫസിൽ ഹെമിസ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഇൻഡന്റേഷൻസ് ഉള്ളത്. ഷോർട്ട് ഗ്രെയിൻസ് ഒക്കെ ഈ ഹെമിസ്ഫിയറിന്റെ ഉള്ളിൽ പിടിക്കുകയും ചെയ്യും. ലാർജർ ഗ്രെയിൻസ് അല്ലെങ്കിൽ നീളം കൂടിയ ഗ്രെയിൻസ് നമുക്ക് വേറൊരു ട്രഫിലേക്ക് കളക്ട് ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെയാണ് ഈ ഇന്റൻഡഡ് സിലിണ്ടർ സെപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിന്റെ ആൻസർ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ സി, സൈസ് ഓഫ് ദ ഗ്രെയിൻ ആണ് ആൻസർ. Last question, flywheel in a tractor works as A, to start the engine, B, as an energy reservoir, option C, none of the above, option D, serves as a smooth running. ഇത് വളരെ ഈസി ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്ലൈവീലിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഇസ് എ റൊട്ടേറ്റിംഗ് മെക്കാനിക്കൽ ഡിവൈസ് ദാറ്റ് ഇസ് യൂസ്ഡ് ടു സ്റ്റോർ റൊട്ടേഷണൽ എനർജി. ഒരു ഫ്ലൈവീലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ ഇനേർഷ്യൽ എനർജി സ്റ്റോറേജ് ഡിവൈസ്. അത് മെക്കാനിക്കൽ എനർജിനെ അബ്സോർബ് ചെയ്ത് അതൊരു റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് കൂടുതൽ എനർജി ഉള്ള സമയത്ത് മെക്കാനിക്കൽ എനർജി അബ്സോർബ് ചെയ്യുകയും അതിനെ എനർജി സപ്ലൈ കുറഞ്ഞിരിക്കുന്ന സമയത്ത് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഫ്ലൈവീൽ ഇസ് ദാറ്റ് ഓപ്ഷൻ ബി, ഇറ്റ് ആക്ട് ആസ് ആൻ എനർജി റിസർവോയർ. സോ ഇത്രയും ചോദ്യങ്ങളാണ് 2017 നടന്ന പരീക്ഷയിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എന്ന ഭാഗത്തിൽ നിന്നും വന്നിരുന്ന ചോദ്യങ്ങൾ.
നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.